തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ജോസഫ് വിജയ് ക്യാമറയുടെയും ആർപ്പ് വിളിക്കുന്ന ആരാധകരുടെയും ലോകത്തു നിന്നും തമിഴ്നാടിന്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിലേക്ക് നടന്നു കയറുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു അധ്യായമാവുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിച്ച് ജയിക്കുകയോ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ഭരണപരിചയം നേടുകയോ ചെയ്യാത്ത ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായും സങ്കീർണമായ സാമൂഹിക പശ്ചാത്തലവുമുള്ള തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നേരിട്ട് വന്നിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ ചൂതാട്ടമാണ്. വെള്ളിത്തിരയിലെ വീരനായകനെ യാഥാർത്ഥ്യത്തിലെ രക്ഷകനായി കണ്ട് വോട്ട് ചെയ്ത തമിഴ്നാട് ജനത വലിയൊരു പരീക്ഷണത്തിനാണ് മുതിർന്നിരിക്കുന്നത്. എന്നാൽ സിനിമയിലെ സംവിധായകന്റെ ആക്ഷനും കട്ടിനും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയ്ക്കുമപ്പുറം ഓരോ നിമിഷവും പ്രവചനാതീതമായ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ലോകത്ത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ വിജയ് എങ്ങനെ പിടിച്ചു നിൽക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഭരണപരിചയമില്ലായ്മയും ഭൂരിപക്ഷമില്ലാത്ത സഭയും അതിശക്തമായ പ്രതിപക്ഷവും തീർക്കുന്ന വെല്ലുവിളികളുടെ ഒരു വലിയ കടമ്പയാണ് മുഖ്യമന്ത്രിയായ ആ നിമിഷം മുതൽ വിജയെ കാത്തിരിക്കുന്നത്. സിനിമയും രാഷ്ട്രീയവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അവിടെ റീടേക്കുകൾ ഇല്ല എന്നത് തന്നെയാണ്. സിനിമയിൽ ഒരു രംഗം ശരിയായില്ലെങ്കിൽ അത് വീണ്ടും ചിത്രീകരിക്കാം. പ്രതിസന്ധികളെ നായകന്റെ ഒറ്റ ഡയലോഗിലോ സംഘട്ടനത്തിലോ പരിഹരിക്കാം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഒരു സംസ്ഥാനത്തെ നയിക്കുക എന്നത് തികച്ചും വിരസവും എന്നാൽ അതീവ സങ്കീർണവുമായ ഒരു പ്രക്രിയയാണ്. ആയിരക്കണക്കിന് ഫയലുകൾ, നൂലാമാലകൾ നിറഞ്ഞ നിയമ പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥരുമായുള്ള നിരന്തര സമ്പർക്കം, കാവേരി ജലതർക്കം പോലെയുള്ള അന്തർ സംസ്ഥാന വിഷയങ്ങൾ എന്നിവയൊന്നും സിനിമാറ്റിക് ശൈലിയിൽ പരിഹരിക്കാൻ കഴിയില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമായിട്ടില്ലാത്ത വിജയ്ക്ക് അടിസ്ഥാനപരമായ ഭരണ നിർവഹണത്തെക്കുറിച്ച്, അതായത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെക്കുറിച്ച് യാതൊരു മുൻപരിചയവുമില്ല. IAS IPS ഉദ്യോഗസ്ഥരുടെ വലിയൊരു വ്യൂഹത്തെ നിയന്ത്രിക്കുകയും അവരിൽ നിന്നും കൃത്യമായി വിവരങ്ങൾ ചോർത്തിയെടുത്ത് ജനങ്ങൾക്ക് അനുകൂലമായ നയങ്ങൾ രൂപീകരിക്കുകയും വേണം. മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തി ഈ കസേരയിലെത്തുമ്പോൾ ഉദ്യോഗസ്ഥർ ഭരണചക്രം തങ്ങളുടെ കൈകളിലേക്ക് ഒതുക്കാനും മുഖ്യമന്ത്രി കേവലമൊരു റബ്ബർ സ്റ്റാമ്പായി മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നതും നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതും ക്രമസമാധാനം പാലിക്കുന്നതും സ്ക്രിപ്റ്റില്ലാത്ത എന്നാൽ അതികഠിനമായ ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ വിജയ് എന്ന നടൻ്റെ താരപരിവേഷം ഒന്നിനും ഉപകരിക്കില്ല. സിനിമയിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിമാരായ MGRനെയും ജയലളിതയെയും NTRനെയും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് പലരും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെയും വിജയത്തെയും ന്യായീകരിക്കുന്നത്. എന്നാൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. MGR DMK എന്ന അതിശക്തമായ പാർട്ടിയുടെ താഴെത്തട്ടിൽ വർഷങ്ങളോളം പ്രവർത്തിക്കുകയും അണ്ണാദുരൈ പോലെയുള്ള അതികായന്മാരുടെ കീഴിൽ രാഷ്ട്രീയം പഠിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പാർട്ടി ട്രഷറർ എന്ന നിലയിലും MLA എന്ന നിലയിലും 15 വർഷത്തോളം സജീവ രാഷ്ട്രീയത്തിൽ ഇടപെട്ട ശേഷമാണ് അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിച്ച് മുഖ്യമന്ത്രിയായത്. ജയലളിതയും വർഷങ്ങളോളം MGRന്റെ കീഴിൽ രാജ്യസഭ MP-യായും പാർട്ടിയുടെ പ്രചാരണ സെക്രട്ടറിയായും പ്രവർത്തിച്ച് ഭരണപരിചയം നേടിയിരുന്നു. എന്നാൽ വിജയ് ഇത്തരത്തിൽ യാതൊരു സംഘടനാ സംവിധാനത്തിൻ്റെയും ഭാഗമായിരുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാർട്ടി പ്രഖ്യാപിക്കുകയും തൻ്റെ ഫാൻസ് അസോസിയേഷനെ മാത്രം ആശ്രയിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം. താഴെത്തട്ടിൽ വേരുകളുള്ള ഒരു കേഡർ സംവിധാനത്തിൻ്റെ അഭാവം അദ്ദേഹത്തിൻ്റെ ഭരണത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൃത്യമായി സർക്കാരിലേക്ക് എത്തിക്കാനുള്ള സംഘടനാ സംവിധാനമില്ലാതെ വരുമ്പോൾ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തന്നെ തകർന്നേക്കാം. വിജയുടെ പാർട്ടിക്കോ മുന്നണിക്കോ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമില്ല എന്നത് അദ്ദേഹത്തിൻ്റെ യാത്രയിലെ ഏറ്റവും വലിയ കുരുക്കാണ്. ഭരണം പിടിക്കാൻ മറ്റ് ചെറിയ കക്ഷികളെയും സ്വതന്ത്രരെയും സഖ്യത്തിലേക്ക് ക്ഷണിക്കേണ്ടി വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കടിഞ്ഞാൻ വീഴുകയാണ്. സഖ്യകക്ഷികൾ എപ്പോഴും വിലപേശൽ രാഷ്ട്രീയം പയറ്റുന്നവരാണ്. സുപ്രധാന വകുപ്പുകൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങളും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയും വിജയെ നിരന്തരം വേട്ടയാടും. ശക്തനായ ഒരു രാഷ്ട്രീയക്കാരന് ഇത്തരം സമ്മർദ്ദങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞേക്കാം. എന്നാൽ രാഷ്ട്രീയ പരിചയമില്ലാത്ത വിജയ്ക്ക് ഈ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരികയും അത് സ്വന്തം പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും സുഗമമായ നടത്തിപ്പിന് തടസ്സമാവുകയും ചെയ്യും. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസവും ഭരണസ്തംഭനവും സഖ്യ സർക്കാരുകളുടെ സ്ഥിരം ശാപമാണ്. താൻ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന ആദർശങ്ങളിൽ നിന്ന് സഖ്യകക്ഷികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിരന്തരം വ്യതിചലിക്കേണ്ടി വരുമെന്നത് വിജയുടെ ജനപ്രീതിയെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കിയേക്കാം. മുഖ്യമന്ത്രിയായി നിയമസഭയിൽ എത്തുന്ന വിജയെ കാത്തിരിക്കുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അതികായന്മാരാണ്. DMKയും AIDMKയും വെറും രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, മറിച്ച് തമിഴ്നാടിൻ്റെ ചരിത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും ആഴത്തിൽ വേരുകളുള്ള മഹാപ്രസ്ഥാനങ്ങളാണ്. പതിറ്റാണ്ടുകളുടെ ഭരണപരിചയമുള്ള പാർലമെന്ററി വ്യവസ്ഥകളെയും നിയമസഭാ ചട്ടങ്ങളെയും കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള മുതിർന്ന നേതാക്കളാണ് പ്രതിപക്ഷ നിരയിൽ അദ്ദേഹത്തെ നേരിടാൻ കാത്തിരിക്കുന്നത്.
സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന മൂർച്ചയേറിയ ചോദ്യങ്ങൾക്കും കണക്കുകൾ നിരത്തിയുള്ള വിമർശനങ്ങൾക്കും കൃത്യമായ മറുപടി നൽകുക എന്നത് ഏതൊരു പുതിയ മുഖ്യമന്ത്രിക്കും കടുത്ത പരീക്ഷണമാണ്. സിനിമയിൽ വില്ലന്മാർക്ക് നേരെ വിരൽ ചൂണ്ടി ഡയലോഗ് പറയുന്നത് പോലെയല്ല നിയമസഭയിലെ സംവാദങ്ങൾ. അവിടെ വസ്തുതകളും കണക്കുകളുമാണ് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ചെറിയ നയപരമായ പിഴവ് സംഭവിച്ചാൽ അത് പർവ്വതീകരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ ഈ ശക്തമായ പ്രതിപക്ഷത്തിന് നിമിഷ നേരം മതി. ഒരു ചെറിയ ഭരണപരാജയം പോലും വിജയിയുടെ കഴിവുകേടായി ചിത്രീകരിക്കാൻ അവർക്ക് വളരെ എളുപ്പം സാധിക്കും. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ പോലുമുള്ള അവരുടെ പാർട്ടി ഘടന വിജയിയുടെ സർക്കാരിനെതിരെയുള്ള സമരങ്ങളെ എളുപ്പത്തിൽ ആളിക്കത്തിക്കാൻ കെൽപ്പുള്ളവയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വിജയ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും സൗജന്യങ്ങളും നടപ്പിലാക്കുക എന്നതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള മറ്റൊരു വലിയ അഗ്നിപരീക്ഷ. തമിഴ്നാട് പൊതുവെ വലിയ തോതിൽ കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ പുതിയ ജനപ്രിയ പദ്ധതികളും സൗജന്യങ്ങളും പ്രഖ്യാപിക്കുന്നത് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. എന്നാൽ വോട്ട് ചെയ്ത ജനങ്ങൾ ഈ വാഗ്ദാനങ്ങൾ ഉടനടി നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് വഞ്ചനയായി ജനങ്ങൾ കാണുകയും അതിനെ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യും. മറിച്ച് കടമെടുത്തുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവ പൂർണ്ണമായും നിലച്ചുപോകും. സാമ്പത്തിക അച്ചടക്കവും ജനങ്ങളുടെ പ്രതീക്ഷകളും തമ്മിലുള്ള ഈ വടംവലിയിൽ വിജയ് എങ്ങനെ സന്തുലിതാവസ്ഥ കണ്ടെത്തും എന്നതിനെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഭാവി. ചുരുക്കത്തിൽ ജോസഫ് വിജയ് എന്ന വ്യക്തിയെ ജനങ്ങൾ ഭരണമേൽപ്പിച്ചത് കേവലം അദ്ദേഹത്തോടുള്ള സിനിമാറ്റിക് ആരാധന കൊണ്ടോ അതോ പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളോടുള്ള മടുപ്പ് കൊണ്ടോ ആകാം. എന്നാൽ കാരണം എന്തുതന്നെയായാലും കാത്തിരിക്കുന്നത് വെല്ലുവിളികളുടെ പെരുങ്കടൽ തന്നെയാണ്. ഭരണപരിചയമില്ലായ്മയും സങ്കീർണമായ സഖ്യരാഷ്ട്രീയവും കരുത്തുറ്റ പ്രതിപക്ഷവും സാമ്പത്തിക ബാധ്യതകളും ഒരുമിച്ചെത്തുമ്പോൾ അതിനെ അതിജീവിക്കാൻ ഒരു താരപരിവേഷം മാത്രം മതിയാകില്ല. യാഥാർത്ഥ്യ ബോധമുള്ള നയങ്ങൾ, മികച്ച ഉപദേശക സമിതി, അതിവേഗം കാര്യങ്ങൾ പഠിക്കാനുള്ള സന്നദ്ധത എന്നിവയുണ്ടെങ്കിൽ മാത്രമേ തമിഴ്നാട് പോലെയൊരു വലിയ സംസ്ഥാനത്തെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയൂ. ചരിത്രം എപ്പോഴും വിജയികളുടെ പക്ഷത്തല്ല, മറിച്ച് പ്രായോഗിക ബുദ്ധിയുള്ളവരുടെ പക്ഷത്താണ്. വിജയ് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിക്കുമോ അതോ വലിയൊരു രാഷ്ട്രീയ പരാജയമായി ഓർമ്മിക്കപ്പെടുമോ എന്നത് വരും നാളുകളിലെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും മാത്രം ആശ്രയിച്ചിരിക്കും. തെരഞ്ഞെടുപ്പിലെ വിജയം വെറുമൊരു തുടക്കം മാത്രമാണ്. അസൽ പരീക്ഷണം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.